ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാറൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ കാറ് വെറുതെ നിർത്തി വെച്ചതുകൊണ്ട് ചെറിയതായിട്ട് ഡസ്റ്റൊക്കെ ഉണ്ട് കണ്ണാടിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴെങ്കിലല്ലേ കാറ് പുറത്തെടുക്കാറുള്ളൂ, അതുകൊണ്ട് ചെറുതായിട്ട് പൊടികളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ വേഗം പോയി ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്തിട്ട് വന്നിട്ട് കാറെടുത്ത് പോവുകയാണ്. നമ്മുടെ മന്ത്ലി ഗ്രോസറീസ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ കറക്റ്റായിരിക്കും. ഞാൻ മന്ത്ലി പോയിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വയ്ക്കാറാണ് പതിവ്. നോർമലി ഈ അടുത്തുള്ള ഷോപ്പിലൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. എല്ലാം മന്ത്ലി ബില്ലിട്ട് വാങ്ങിച്ചു വെച്ചു എന്ന് വെച്ചാൽ പിന്നെ അടുത്തുള്ള ആവശ്യത്തിന് പോകാറൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മൾ മന്ത്ലി നമ്മുടെ ഗ്രോസറീസ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു ഷോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നല്ല. ഞാൻ പണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലാണ് സംഭവം. നമ്മൾ ഓൾറെഡി ഉള്ളത് ഇപ്പോൾ കേരള ബോർഡർ, പാലക്കാട് ബോർഡറിലാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ പോയിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കാറ്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 7 വർഷമായി. ഈ 7 വർഷത്തിൽ ഞാൻ മുടങ്ങാതെ പോകാറുള്ളൊരു സ്ഥലമാണ്. വേറെ എവിടെയും നമ്മൾ പോയി വാങ്ങിക്കാറില്ല. അവിടെ തന്നെ എല്ലാ സാധനങ്ങളും എടുക്കാറ്. കറക്റ്റ് മാസം നമ്മൾ പോയി എടുക്കാറുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത്. ഇതുവരെ കടകളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. സാധാരണ സൂപ്പർ മാർക്കറ്റും അങ്ങനെയുള്ള ഷോപ്പിലേക്കാളും എനിക്ക് എന്തുകൊണ്ടും ബെറ്റർന്ന് തോന്നിയിട്ടുണ്ട്. വലിയ കടയൊന്നുമല്ല, കാരണം അതൊരു ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലും കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നു. ഓണർ ഫ്രണ്ടിൽ ഇരുന്നിട്ട് സാധനങ്ങൾ നോക്കി ബില്ല് എഴുതുന്നു, അത്രയേ ഉള്ളൂ. കട കണ്ടാൽ നമുക്ക് പറയില്ല, അതൊരു കട പോലെ തോന്നില്ല എന്ന് പറയാം പുറത്തുനിന്ന് നോക്കുമ്പോൾ. എൻ്റെ പഴയ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൽ ഞാൻ ഷോപ്പും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം അന്ന് ഞാൻ വീഡിയോ എടുത്തായിരുന്നു, ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്തു. ഇന്ന് എനിക്കിപ്പോൾ ഡ്രൈവും ചെയ്ത് വീഡിയോ എടുക്കാൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ട്രൈപോഡ് വെച്ചിട്ടാണ് കറക്റ്റായി എടുത്തത്. അതിൽ എല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ വേലന്താവളം. നമ്മൾ കറക്റ്റ് ബോർഡർ എത്തിയിട്ടുണ്ട്. കറക്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ വ്യത്യാസം വരുമെന്നാണ് തോന്നുന്നത്. ഇത്തിരി റഷുള്ള സ്ഥലമാണ് വേലന്താവളം. ഇവിടെ തമിഴ്നാടിൻ്റെ ബസ്സും പിന്നെ മാർക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് റഷുള്ള സ്ഥലമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം റഷൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തി. പാലത്തിൻ്റെ അങ്ങോട്ട് കേരള, പാലത്തിൻ്റെ ഇങ്ങോട്ട് തമിഴ്നാട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണേ ഉള്ളത്. ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വേഗം തന്നെ നമ്മൾ കടയിൽ പോയിട്ട് ലിസ്റ്റ് എഴുതിയിട്ട് വന്നത് കൊണ്ടും എപ്പോഴും വരാറുള്ള സ്ഥലമായതുകൊണ്ടും പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഏതൊക്കെ എവിടെയാണുള്ളതെന്ന് അറിയണത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുക്കും. ഞാൻ 1 ഹവറിൽ എനിക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകണേ. മോളിനെ ഉറക്കിയിട്ട് അമ്മേനോട് ഏൽപ്പിച്ചിട്ട് വന്നതാണ്. പെട്ടെന്ന് അവളെ എണീക്കുമ്പോഴേക്കും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകണം. വേഗം തന്നെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഡീറ്റെയിലായിട്ട് ഞാൻ ഷോപ്പൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിലായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളാരും ഇവിടെ ഒന്നും വരാനൊന്നും പോകുന്നില്ലല്ലോ, ഈ ഏരിയയിലുള്ളവർ മാത്രമേ അധികം വരാറുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ്. ഇവിടെ അടുത്തുള്ള ചെറിയ കടകളൊക്കെ ഇല്ലേ, അവരൊക്കെ ഇവിടെ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് കൊടുക്കാറ്. എന്തുകൊണ്ടും എനിക്കെന്തോ ബെറ്റർന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ സ്ഥിരം ഇവിടെ തന്നെ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ ഞാൻ സാധനങ്ങളൊക്കെ നന്നായി എടുക്കുന്നുണ്ട്. നോർമൽ അറിയാമല്ലോ, മന്ത്ലി ഗ്രോസറീസ് എന്തൊക്കെ വേണം, സോപ്പ്, ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പരിപ്പും കടല ഐറ്റംസ്, മാവുകൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. എല്ലാം പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് പോയിട്ട് ബില്ലിടാം. ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലൊന്നുമല്ല, പുള്ളിക്കാരൻ തന്നെ ബില്ലിടുന്നതാണ്. നമ്മൾ എത്രാമത്തെ ക്യൂ എങ്ങനെയാണ് അതുപോലെ പുള്ളിക്കാരൻ ബില്ലിട്ട് തരും. ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടിയിലാക്കിയിട്ട് തിരിച്ച് റിട്ടേൺ പോവുകയാണേ. എനിക്കെന്തോ സാധാരണ കടകളേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാം കൊണ്ടും ഓരോ സാധനത്തിന് പുള്ളിക്കാരൻ റേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്.
ഒരിക്കൽ ഡൗട്ട് തോന്നി ഞാൻ വീഡിയോ പോലും എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്. നോർമൽ അല്ലാതെ ഒരു 3-4 രൂപയെങ്കിലും ഒരു സാധനത്തിന് പുള്ളിക്കാരൻ കുറച്ചിടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കുന്നത്. അതല്ലാതെ ചെറിയ കറി മസാല പൊടികൾക്കൊക്കെ ഒന്നിനൊന്ന് ഫ്രീ ആണ്. ഒരു പാക്ക് വാങ്ങിച്ചാൽ ഒരു പാക്ക് പുള്ളിക്കാരൻ തന്നെ എടുക്കാൻ പറയും. ഒന്ന് എടുത്തിട്ട് വന്ന് ബില്ലിട്ടാലും ഇതൊന്ന് എടുത്തോളൂ എന്നൊക്കെ പറയും. സോ അങ്ങനെ കുറച്ച് ചില സമയത്ത് ഓഫേഴ്സൊക്കെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാറ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി ഇതാണ് വേലന്താവളം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ വലിയ റഷൊന്നും കാണുന്നില്ല അല്ലേ. സോ നമുക്കിനി തിരിച്ച് അതേപോലെ വീണ്ടും ഒരു 10-12 കിലോമീറ്റർ കഴിഞ്ഞ് വേണം നമ്മളുടെ വീട്ടിലേക്ക് പോവാൻ. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോകട്ടെ. സോ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ കട്ട് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഈ വഴിക്ക് പോയാലാണ് നമ്മുടെ വീടുള്ളത്. വഴിയൊക്കെ ഇത്തിരി മോശമാണ്. റോഡും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഭയങ്കര മോശമുള്ള വഴി തന്നെയാണ്. പിന്നെ ഒരുപാട് വളവുകളുണ്ട്. വളവ് മാത്രമുള്ള സ്ഥലമാണ് എൻ്റെ വീട്ടിലേക്ക്. നമുക്ക് സ്ട്രെയിറ്റ് റോഡ് കാണുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അത്രയ്ക്കും വളവാണ് ഇവിടെ. സോ നമ്മൾ വണ്ടി ഓട്ടി പോകുമ്പോഴൊക്കെ ഇത്തിരി കെയർഫുള്ളായിട്ട് വേണം പോകാൻ. ഹോറൺ അടിച്ചുകൊണ്ട് മാത്രമേ ഈ വഴിക്കൊക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഇപ്പോഴൊക്കെ കുറച്ച് റോഡൊക്കെ ഇട്ടിരിക്കണം. അല്ലെങ്കിൽ റോഡൊക്കെ ഭയങ്കര തല്ലിപ്പൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വേഗം ഇതൊക്കെയാണ് നമ്മുടെ ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏരിയ. ഇത് കണ്ടില്ലേ, മൊത്തം വളവാണേ. അപ്പോൾ നമ്മൾ നമ്മളുടെ സ്ഥലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഏരിയ, പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത്. അതിൽ പാമ്പുപാറ, അതാണ് എൻ്റെ എക്സാക്റ്റ് പ്ലേസ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ഇപ്പോൾ എൻ്റെയും കൂടി. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. റോഡൊക്കെ കണ്ടോ, ചെറിയ റോഡാണ്. ഇത് വന്ന് നമ്മുടെ വാളയാർ ഹൈവേ ഇല്ലേ, അത് ഹൈവേ. ഈ വഴിക്ക് പോയാലാണ് നമ്മൾ ഹൈവേ ടച്ചാണ്. അത് സേലം ഹൈവേനെ ടച്ച് ചെയ്യുന്ന ചെറിയ കട്ട് റോഡാണ്, PWD റോഡാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കേട്ടോ എൻ്റെ വീട് വരുന്നത്. വീടെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഗ്രോസറീസൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.